യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 10 കൽപ്പനയിലെ വളരെ പ്രധാനപ്പെട്ട മനോഹരമായ ഒരു കൽപ്പനയാണ് നീ കള്ളസാക്ഷി പറയരുത് എന്നുള്ളത്. കള്ളസാക്ഷി പറയരുത് എന്ന ആ കൽപ്പനയെ നമ്മുടെ തമ്പുരാൻ എത്ര മനോഹരമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് കേൾക്കുവാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈശോയുടെ ഈ വാക്കുകൾ അനേകം വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഈശോയുടെ സ്നേഹത്തിലേക്ക് നിങ്ങളെ എവരെയും ക്ഷണിച്ചുകൊണ്ട് ഈശോയുടെ മനോഹരമായ ഈ പ്രസംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. നീ കള്ളസാക്ഷി പറയരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കളവ് പറയുന്ന ഒരുത്തനേക്കാൾ മനം പുരട്ടൽ വരുത്തുന്ന എന്തെങ്കിലുമുണ്ടോ? അശുദ്ധിയോട് ക്രൂരതയും കൂടെ അയാൾ കലർത്തുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും ഗൗരവമായ കാര്യങ്ങളിൽ കളവ് പറയുന്ന ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അയാൾ ക്രൂരനാണെന്ന്. അവൻ്റെ നാവുകൊണ്ട് ഒരു സൽപ്പേരവൻ കൊല്ലുന്നു. അതിനാൽ കൊലപാതകയിൽ നിന്ന് അയാൾ വ്യത്യസ്തനല്ല. അവൻ ഒരു കൊലപാതകിയേക്കാൾ കൂടിയവനാണ്. കൊലപാതകി ശരീരത്തെ മാത്രമേ വധിക്കുന്നുള്ളൂ. കളവ് പറയുന്നവൻ ഒരു സൽപ്പേരിനെയും കൊന്നുകളയുന്നു. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മ പോലും നശിപ്പിച്ചു കളയുന്നു. അതിനാൽ അയാൾ ഇരട്ട കൊലപാതകമാണ് ചെയ്യുന്നത്. രക്തം ചൊരിയാത്തത് കൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ ദൂഷ്യം പറയപ്പെടുന്ന ആളിനെയും അയാളുടെ കുടുംബത്തിൻ്റെയും സൽപ്പേര് അയാൾ നഷ്ടപ്പെടുത്തുന്നു. കള്ളസാക്ഷി പറഞ്ഞുകൊണ്ട് അയൽക്കാരൻ്റെ മരണത്തിന് കാരണക്കാരനാകുന്ന ആളിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഹെഗന്നായിലെ തീക്കട്ട അയാളുടെ മേൽ ഇപ്പോഴേ അടുക്കി കഴിഞ്ഞു. ഞാനിപ്പോൾ പറയുന്നത് നിർദോഷിയായ ഒരു മനുഷ്യനെതിരായി കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ അയാൾക്കെതിരാക്കി അസ്വസ്ഥയുണ്ടാക്കുന്നവരെക്കുറിച്ചാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നുകിൽ കാരണം കൂടാതെയുള്ള വിദ്വേഷ നിമിത്തം, അല്ലെങ്കിൽ അയാളുടെ വസ്തുക്കൾ കൈക്കലാക്കുവാനുള്ള അത്യാഗ്രഹം കൊണ്ട്, അഥവാ ഭയം നിമിത്തം. വിദ്വേഷം സാത്താൻ്റെ സ്നേഹിതൻ മാത്രമേ ദ്വേഷിക്കുകയുള്ളൂ. നല്ല മനുഷ്യൻ ഒരിക്കലും ദ്വേഷിക്കുന്നില്ല. ഒരിക്കലും. എന്ത് കാരണമുണ്ടായാലും അവനെ നിന്ദിച്ചാലും നശിപ്പിച്ചാലും അവൻ ദ്വേഷിക്കുകയില്ല. അവൻ ക്ഷമിക്കും. ഒരിക്കലും ദ്വേഷിക്കുകയില്ല. നശിച്ചുപോയ ഒരാത്മാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് വിദ്വേഷം. നിർദോഷിയായ ഒരു മനുഷ്യന് അനുകൂലമായ സാക്ഷ്യവുമാണ് ഈ വിദ്വേഷം. കാരണം നന്മയ്ക്കെതിരായുള്ള തിന്മയുടെ ധിക്കാരമാണ് വിദ്വേഷം. നല്ലവനായ ആളിനോട് ഒന്നും ക്ഷമിക്കാനില്ല. അത്യാഗ്രഹം. എനിക്കില്ലാത്തത് അവനുണ്ട്, അവനുള്ളത് എനിക്ക് വേണം. അവനെ കൊള്ളരുതാത്തവനാക്കിയാൽ മാത്രമേ എനിക്ക് ആ സ്ഥാനം നേടുവാൻ കഴിയൂ. ഞാനത് ചെയ്യും. ഞാൻ പറയുന്നത് കള്ളമായിരിക്കുമോ? അതിപ്പോൾ എന്താ? ഞാൻ മോഷ്ടിക്കുകയായിരുന്നോ? അതെന്തിന്? ഒരു കുടുംബത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കുകയായിരിക്കുമോ? അതുകൊണ്ട് കളവ് പറയുന്ന ഈ വിരുദ്ധൻ നേടുന്നത് തന്നെ ചോദിക്കുകയല്ല. കാരണം അഹങ്കാരത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും ഇരയായിത്തീരുന്ന ഇയാൾ കണ്ണുകളടഞ്ഞിരിക്കുന്ന ഒരാളെപ്പോലെയാണ്. അയാൾ അപകടം കാണുന്നില്ല. അയാൾ ഒരു മദ്യപാനിയെപ്പോലെയാണ്. പൈശാചികമായ വീഞ്ഞിൻ്റെ ലഹരിയിലാണ് അയാൾ. ദൈവം സാത്താനേക്കാൾ ശക്തനാണെന്ന് ദൂഷ്യം പറയപ്പെട്ട ആളിനു വേണ്ടി ദൈവം പകരം ചോദിക്കുമെന്നുള്ള കാര്യങ്ങൾ അയാൾ ചിന്തിക്കുന്നില്ല. കളവ് പറയുന്നവൻ അസത്യത്തിന് തന്നെ കീഴ്പ്പെടുത്തി അതിൻ്റെ സംരക്ഷണത്തിലാണ് ഭോഷനായ അയാൾ ആശ്രയം വച്ചിരിക്കുന്നത്. ഭയം. പലപ്പോഴും തന്നെ ന്യായീകരിക്കുവാൻ അന്യരെ കുറ്റം പറയുന്നു. സർവ്വസാധാരണമായുള്ള കള്ളത്തിൻ്റെ രൂപമിതാണ്.
തിന്മ പ്രവർത്തിച്ചു, അത് നമ്മളാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുമോ എന്ന ഭയം. എന്നിട്ട് നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള നല്ല അഭിപ്രായത്തെ ഉപയോഗിച്ച് അതിനെ കളങ്കപ്പെടുത്തിയും സാഹചര്യത്തെ നമ്മൾ ആകെ തകിടം മറിക്കുന്നു. നമ്മൾ ചെയ്ത ദുഷ്കൃത്യം സത്യസന്ധമായ ഒരാളിൽ ആരോപിക്കുന്നു. ആ ആളിൻ്റെ സത്യസന്ധതയെ മാത്രമേ നമ്മൾ ഭയപ്പെടുന്നുള്ളൂ. ചിലപ്പോൾ നമ്മുടെ പ്രവർത്തികൾക്ക് നമ്മുടെ അയൽക്കാരൻ യാദൃശ്ചികമായി സാക്ഷിയായെന്ന് വരാം. അയാൾ അത് വെളിപ്പെടുത്തിയെങ്കിലോ എന്ന് ഭയന്ന് ആ കുറ്റം അയാളിൽ ആരോപിക്കുന്നു. അയാൾ സത്യം പറഞ്ഞാലും ഒരുത്തരും വിശ്വസിക്കാത്ത വിധത്തിൽ അത്രയ്ക്ക് അയാളെ അപകീർത്തിപ്പെടുത്തിയിരിക്കാം. നന്നായി പ്രവർത്തിക്കുക, അപ്പോൾ ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. കള്ളം പറയുമ്പോൾ എത്ര വലിയ ഭാരമാണ് സ്വയം ഏറ്റെടുക്കുന്നതെന്ന് വിചാരിക്കുന്നില്ലേ? അതുണ്ടാക്കിയിരിക്കുന്നത് ദുഷ്ടാരൂപിയോടുള്ള വിധേയത്വം, എപ്പോൾ വേണമെങ്കിലും കണ്ടുപിടിക്കപ്പെടാമെന്നുള്ള ഭയം, കള്ളം പറഞ്ഞ വിധം, അതിൻ്റെ വിശദാംശങ്ങൾ, ഇവ ഓർത്തിരിക്കുവാനുള്ള ബുദ്ധിമുട്ട്. കാലങ്ങളിൽ മാറ്റിപ്പറയരുതല്ലോ. ഇതെല്ലാം കൊണ്ടാണ് കപ്പലിലെ അടിമയുടെ ബുദ്ധിമുട്ട്. ഇത് സ്വർഗം നേടാൻ സഹായിച്ചിരുന്നെങ്കിൽ നേരെ മറിച്ച് നരകത്തിൽ ഒരു സ്ഥലമൊരുക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. തുറവിയുള്ളവരായിരിക്കൂ. കളവ് പറയാൻ അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ്റെ അധരങ്ങൾ എത്ര വിശിഷ്ടമാണ്. അയാൾ ദരിദ്രനും പരുക്കൻ പ്രകൃതക്കാരനും അറിയപ്പെടാത്തവനുമായിരിക്കാം. അവനൊരു രാജാവാണ്, കാരണം അവൻ ആത്മാർത്ഥതയുള്ളവനാണ്. സ്വർണത്തെക്കാളും കിരീടത്തെക്കാളും കൂടുതൽ രാജകീയമായത് ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത ഒരുവനെ ജനക്കൂട്ടത്തിൽ നിന്ന് സിംഹാസനത്തേക്കാൾ ഉയരത്തിലേക്ക് ഉയർത്തുന്നു. ഒരു രാജസദസ്സിലുള്ളവനേക്കാൾ കൂടുതൽ സ്നേഹിതരെ നേടുന്നു. ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനോടുള്ള അടുപ്പം സുരക്ഷിതത്വവും ആശ്വാസവും നൽകുന്നു. അതേസമയം അവിശ്വസ്തനായ ഒരാളോടുള്ള സഖിത്വം, സാമീപ്യം പോലും ഒരു അസ്വസ്ഥത നമ്മളിൽ ഉളവാക്കുന്നു. സത്യം 1000 മാർഗങ്ങളിലൂടെ വേഗം വെളിച്ചത്തു വരും. എന്നാലും കളവ് പറയുന്നവൻ പിന്നീട് തൻ്റെ കളവ് വ്യക്തമാകുമെന്ന് വിചാരിക്കാത്തതെന്തുകൊണ്ട്? അവൻ പറയുന്നത് മറ്റുള്ളവർ എങ്ങനെ വിശ്വസിക്കും? അഥവാ അവൻ സത്യം പറഞ്ഞാൽ തന്നെയും കേൾക്കുന്ന ആളിന് അവനെ വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നാൽ പോലും ഇപ്പോഴും അവൻ കള്ളമാണോ പറയുന്നത് എന്നൊരു സംശയമുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും, കള്ളസാക്ഷി ഇവയിൽ എവിടെയാണ്? എല്ലാ കള്ളവും കള്ളസാക്ഷിയാണ്, നിയമപരമായിട്ടുള്ളവ മാത്രമല്ല. നിഷ്കപടരായിരിക്കുക, ദൈവത്തെപ്പോലെയും ശിശുക്കളെപ്പോലെയും കാപഢ്യമില്ലാത്തവരായിരിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും സത്യസന്ധരായിരിക്കുക. നന്മയുള്ളവരായി പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആത്മാർത്ഥമായി അങ്ങനെ ആയിരിക്കുക. കുറ്റം കണ്ടുപിടിക്കുവാൻ നടക്കുന്നവർ നിങ്ങളെക്കുറിച്ച് ദൂഷ്യം പറഞ്ഞാലും നല്ലവനായ ഒരു 100 പേർ പറയും, അത് ശരിയല്ല, അവൻ നല്ലവനാണ്, അവൻ്റെ പ്രവൃത്തികൾ അവനെക്കുറിച്ച് പറയുന്നു എന്ന്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1 ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു: ദുഷ്ടൻ, അധമനായ മനുഷ്യൻ അവൻ്റെ അധരങ്ങളിൽ വ്യാജസ്നേഹം വഹിച്ചു നടക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ചതിയും തിന്മ ചെയ്യുവാനുള്ള ആലോചനയും അവൻ ഭിന്നത വിതയ്ക്കുന്നു. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7 കാര്യങ്ങൾ അവൻ്റെ ആത്മാവ് അറപ്പോടെ വീക്ഷിക്കുന്നു. അഹങ്കാരത്തോടെയുള്ള നോട്ടം, കളവ് പറയുന്ന നാവ്, നിഷ്കളങ്ക രക്തം ചിന്തുന്ന കരങ്ങൾ, തിന്മ ആലോചിക്കുന്ന കെണികൾ നിർമ്മിക്കുന്ന ഹൃദയം, തിന്മ ചെയ്യാൻ തിരക്കിട്ട് നടക്കുന്ന പാദങ്ങൾ, ഓരോ ശ്വാസത്തിനുമൊപ്പം കള്ളം പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, ദുഷ്ടൻ കുഴിയിൽ വീഴുമ്പോൾ അതിൻ്റെ കാരണം അവൻ്റെ അധരങ്ങൾ തന്നെയാണ്. കള്ളസാക്ഷി പറയുന്നവൻ ചതി മാത്രമാണ്, മറ്റൊന്നുമല്ല. സത്യം പറയുന്ന അധരങ്ങൾ എന്നും ഉറപ്പോടെ ജീവിക്കുന്നു. കള്ളം പറയുന്ന നാവ് ഒരു നിമിഷത്തേക്ക് മാത്രമാണ് ജീവിക്കുന്നത്. ഏഷണിക്കാരൻ്റെ വാക്കുകൾ വളരെ നിർദോഷകരമാണെന്ന് തോന്നും, എന്നാൽ അത് മനുഷ്യൻ്റെ ഹൃദയത്തെ പിളർക്കുന്നു. വഞ്ചനയെക്കുറിച്ച് ആലോചിക്കുന്നു,
ശത്രുവിൻ്റെ കപടത അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകും. അവൻ രഹസ്യം പറയുമ്പോൾ അവനെ വിശ്വസിക്കരുത്. കാരണം അവൻ 7 തിന്മകളാണ് അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്. അവൻ്റെ വിരോധം തന്ത്രപൂർവ്വം അവൻ ഒളിച്ചു വയ്ക്കുന്നു, എന്നാൽ അത് പുറത്തു വരും. കുഴി കുഴിക്കുന്നവൻ ആ കുഴിയിൽ തന്നെ വീഴും. കല്ലിളക്കുന്നവൻ്റെ പുറത്ത് ആ കല്ല് വന്നു വീഴുന്നു. കള്ളം പറയുക എന്ന പാപത്തിന് ലോകത്തോളം തന്നെ പഴക്കമുണ്ട്. ജ്ഞാനിയായ മനുഷ്യൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊന്നും മാറ്റമുണ്ടാവുകയില്ല. കള്ളം പറയുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിധിക്ക് മാറ്റമൊന്നുമില്ല. ഞാൻ പറയുന്നു, ഒരു ഭാഷ മാത്രം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങൾ അതേ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അതേ തന്നെയായിരിക്കണം. ശക്തന്മാരുടെയും ദുഷ്ടന്മാരുടെയും മുമ്പിലും അപ്രകാരമായിരിക്കണം. അപ്പോൾ സ്വർഗത്തിൽ അതിന് വലിയ പ്രതിസമ്മാനം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, കൊച്ചു കുട്ടികളെപ്പോലെ ആയിരിക്കുക. അവർ നന്മ കാണുന്നിടത്തേക്ക് സ്വമേധയ അടുക്കുന്നു. അവർ നന്മ മാത്രമേ മറ്റുള്ളവരിൽ തേടുന്നുള്ളൂ. അവർ ചിന്തിക്കുന്നത് മാത്രമേ പറയുകയുള്ളൂ. പറയുന്നത് അധികമാണോ എന്നും പറയുന്നതിനെക്കുറിച്ച് ശാസന കിട്ടുമോ എന്നും അവർ ആലോചിക്കുന്നില്ല. നിങ്ങൾ സമാധാനത്തിൽ പോവുക. യഥാർത്ഥ സത്യം നിങ്ങളുടെ സ്നേഹിതനായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കള്ളസാക്ഷി പറയുക എന്ന വിഷയത്തെ സംബന്ധിച്ച് സത്യം എത്രമാത്രമാണ് ഒരു വ്യക്തിയെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കുന്നത് എന്നൊക്കെ നമ്മൾ ഈ യേശുവിൻ്റെ പ്രസംഗത്തിലൂടെ കേൾക്കുക. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം സത്യത്തിൽ ജീവിക്കുവാനും സത്യം മാത്രം പറയുവാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ പ്രസംഗങ്ങൾ, 10 കൽപ്പനയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് യേശുവിൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റണമേ എന്ന് ഈശോയുടെ നാമത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.